കൃത്യമായിട്ടുള്ള രീതിക്ക് എങ്ങനെ നിങ്ങളുടെ വാഹനത്തിന് മൈലേജ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഫുൾ മൈലേജ് നിങ്ങളുടെ വാഹനത്തിൻ്റെ കൃത്യ മൈലേജ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു ഷോറൂമിലും കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല, സ്വന്തമായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് വിലയിരുത്താൻ സാധിക്കും. സർവീസ് ചെയ്തു എന്നുള്ളൊരു കാരണം കൊണ്ട് ഒരിക്കലും നമ്മുടെ വാഹനത്തിന് മൈലേജ് കൂടുതൽ കിട്ടും എന്നൊരിക്കലും. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിൽ സംശയമുള്ളൊരു കാര്യമാണ്. ഞാൻ കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്, സർവീസ് എല്ലാം വളരെ കൃത്യമാണ്, പക്ഷേ സർവീസൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ വാഹനത്തിന് മൈലേജ് ഒട്ടും തന്നെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വാഹനത്തിന് എപ്പോഴും ഫ്യൂവൽ എഫിഷ്യൻസി കുറവാണ്. ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു വാഹനത്തിന് പ്രോപ്പറായിട്ടുള്ള മൈലേജ് കിട്ടണം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മൈലേജ് കിട്ടണം എന്ന് എപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് എനിക്ക് മൈലേജ് കിട്ടുന്നില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാർ ാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി പല കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. സർവീസ് ചെയ്തു എന്നുള്ളൊരു കാരണം കൊണ്ട് ഒരിക്കലും നമ്മുടെ വാഹനത്തിന് മൈലേജ് കൂടുതൽ കിട്ടും എന്നൊരിക്കലും പറയാൻ സാധിക്കത്തില്ല. പക്ഷേ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട മൈലേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് രീതി തന്നെയാണ്. ഡ്രൈവിംഗ് രീതി ശരിയാക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് പറയുന്നൊരു കാര്യം. ഞാനൊരു വലിയ ഡ്രൈവറാണ്, ഞാനൊരു എക്സ്പേർട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 45-50 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം. പക്ഷേ ഈ പറയുന്നൊരു 45-50 മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു തേർഡ് ഗിയറിലും മെയിൻറ്റെയിൻ ചെയ്യാം, ഫോർത്ത് ഗിയറിലും മെയിൻറ്റെയിൻ ചെയ്യാം, ഫിഫ്ത്ത് ഗിയറിലും മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ ഫിഫ്ത്ത് ഗിയറിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട്, ഫോർത്ത് ഗിയറിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മൈലേജ് കുറയുന്നുണ്ട്, തേർഡ് ഗിയറിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പിന്നെയും മൈലേജ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിയർ ഷിഫ്റ്റിംഗ് മാത്രമല്ല, നമ്മൾ ഓടിക്കുന്ന റോഡ് കണ്ടീഷൻസ്. അതായത് നമ്മളിപ്പോൾ പോകുന്ന ഒരു മോശമായിട്ടുള്ള റോഡിലാണ്, ആ മോശമായിട്ടുള്ള റോഡിൽ നമുക്ക് എപ്പോഴും ലോവർ ഗിയേഴ്സ് മാത്രം കൂടുതലും യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല, ഹയർ ഗിയേഴ്സിലോട്ട് കയറാൻ സാധിക്കത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് RPM കൂടുതൽ വേണ്ടി വരും. RPM കൂടുതൽ വേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആക്സലറേഷൻ കൊടുക്കാറുണ്ട്, അവിടെ കൂടുതൽ ഫ്യൂൽ ബേണിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി താഴും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വാഹനത്തിന് ഓട്ടം കുറവാണെങ്കിൽ, അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനം ഓടുന്നത് വളരെ ചുരുക്കമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെയിലി ഓടുന്ന വാഹനം കാണും, ഡെയിലി ഓടുന്ന വാഹനത്തിന് പോലും മൈലേജ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഡെയിലി ഓടുന്ന വാഹനമാണെങ്കിലും ഡെയിലി ചിലപ്പോൾ ഒരു 4 കിലോമീറ്റർ ഈ വാഹനം ഓടത്തുള്ളൂ. വെറും 4 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ മൈലേജ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഏകദേശം 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 കിലോമീറ്ററോളം ഓടും ഈ വാഹനം മൈലേജ് ഇല്ലാതെ, ഒട്ടും തന്നെ മൈലേജ് ഇല്ലാതെ ഈ വാഹനം ഓടും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1.5 കിലോമീറ്റർ ഇത് ഫ്രീ ആയിട്ട് ഓടുന്നത്. അപ്പോൾ അങ്ങനെ ഓടിയതിന് ശേഷം പിന്നെ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ ഓടുമ്പോൾ തൊട്ട് നമുക്ക് മൈലേജ് കിട്ടാൻ തുടങ്ങും. പക്ഷേ പ്രോപ്പറായിട്ടുള്ള മൈലേജ് കിട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയും. അതും ഒരു ഡ്രോബാക്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള സർവീസ് ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് രീതി, ഡ്രൈവിംഗ് കണ്ടീഷൻ ഒക്കെ നോക്കിയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി പറയുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഒരു കാരണവശാലും നമ്മുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാകരുത്. പ്രോപ്പറായിട്ടുള്ള മൈലേജ് നമ്മുടെ വാഹനത്തിന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ പൊക്കത്ത് ഞാൻ കൊടുത്തേക്കാം. കൃത്യമായിട്ടുള്ള രീതിക്ക് എങ്ങനെ നിങ്ങളുടെ വാഹനത്തിന് മൈലേജ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഫുൾ മൈലേജ് നിങ്ങളുടെ വാഹനത്തിൻ്റെ കൃത്യ മൈലേജ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു ഷോറൂമിലും കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല, സ്വന്തമായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് വിലയിരുത്താൻ സാധിക്കും. എന്നിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവരോട് പോയി ചോദിക്കാൻ സാധിക്കും. ഏതായാലും ആ പറഞ്ഞ രീതിയും കൂടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.